പോഷൻ ട്രാക്കറിൽ കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു എറർ സ്ക്രീൻ വന്നാൽ എങ്ങനെയാണത് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് അപ്പാർ ഫോം മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് ഏറ്റവും അവസാനം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ അൺപ്രോസസബിൾ എൻറ്റിറ്റി ട്രൈ അഗൈൻ എന്നൊരു എറർ വരികയാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നും എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അപ്പാർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ എറർ സ്ക്രീൻ വരുന്നത്. ഒന്ന്, നമ്മൾ നൽകുന്ന ആധാർ വിവരങ്ങളിലെ അപാകതകൾ കൊണ്ട് ഇത്തരത്തിൽ എറർ സ്ക്രീൻ വരാറുണ്ട്. രണ്ട്, സെർവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ എറർ സ്ക്രീൻ വരാറുണ്ട്. ആധാർ വിവരങ്ങളിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കുട്ടികളുടെ അപ്പാർ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോമിൽ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ കൺസെൻറ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന് തൊട്ടു താഴെയായിട്ട് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ, അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അതല്ലെങ്കിൽ ഗാർഡിയൻ്റെയോ ആധാർ നമ്പറും പേരും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ രക്ഷിതാവിൻ്റെ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫോമിൽ മുകളിലായി തന്നെ റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ 3 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. ഒന്ന് മദർ, ഫാദർ, അതുപോലെ തന്നെ ഗാർഡിയൻ എന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഓപ്ഷനാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ഒരു നെയിം ഓഫ് പാരന്റ് ഓർ ഗാർഡിയൻ എന്ന ഭാഗത്ത് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പേര് ഓട്ടോമാറ്റിക്കായി വരുന്നത് കാണാം. അതായത് റിലേഷൻഷിപ്പ് വിത്ത് ദ ചൈൽഡ് എന്ന ഭാഗത്ത് നമ്മൾ മദർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇവിടെ കുട്ടിയുടെ അമ്മയുടെ പേരാണ് വരിക. ഇനി അഥവാ ഫാദർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അച്ഛൻ്റെ പേരാണ് വരിക. അതുപോലെ ഗാർഡിയൻ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ കുട്ടിയുടെ ഗാർഡിയന്റെ പേരാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പണ്ട് ഈ ഒരു കുട്ടിയെ പോഷൻ ട്രാക്കറിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ രജിസ്ട്രേഷൻ ഫോമിൽ കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും പേര് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ മുകളിൽ നമ്മൾ റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മൾ രജിസ്ട്രേഷൻ ഫോമിൽ നൽകിയിട്ടുള്ള ആ ഒരു പേരാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായി ഫെച്ചായി വരുന്നത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ചായിട്ട് വരുന്ന ഈ ഒരു പേര് അവരുടെ ഏറ്റവും പുതിയ ആധാർ കാർഡിലുള്ള പോലെ തന്നെയാണോ എന്ന കാര്യം ചെക്ക് ചെയ്യണം. ഇനി അഥവാ അവരുടെ ഏറ്റവും പുതിയ ആധാർ കാർഡിലുള്ള പോലെയല്ല നമുക്ക് ഇവിടെ ഈ ഒരു പേര് കാണുന്നത് എങ്കിൽ നമുക്കത് ഇവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവരുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ അവരുടെ പേരുള്ളത് അതേപോലെ എഡിറ്റ് ചെയ്ത് ചേർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേര് ചേർക്കുമ്പോൾ അവരുടെ ആധാർ കാർഡിലുള്ള പോലെ തന്നെ സ്പെല്ലിങ് കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡിൽ ഇനീഷ്യൽ ഉണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യണം. അതുപോലെ പേരിനും ഇനീഷ്യലിനും ഇടയിലുള്ള സ്പേസുകൾ കൃത്യമായിട്ട് ഇടണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പേര് രേഖപ്പെടുത്തുന്നതുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഓതന്റിക്കേഷൻ ID നമ്പർ എന്ന കോളത്തിൽ നമ്മളിവിടെ ആരുടെ പേരാണോ നൽകിയിട്ടുള്ളത് അതേ സെയിം വ്യക്തിയുടെ ആധാർ നമ്പർ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തുക. തുടർന്ന് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ രീതിയിൽ തന്നെ ഈ ഒരു ഫോം സബ്മിറ്റ് ആവുകയും അപ്പാർ ID ക്രിയേറ്റ് ആയി വരികയും ചെയ്യുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ആധാർ കാർഡിലുള്ള വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടും ഇതേ രീതിയിൽ അൺപ്രോസസബിൾ എൻറ്റിറ്റി എന്ന എറർ സ്ക്രീൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും എറർ സ്ക്രീൻ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ സെർവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ വീണ്ടും ഈ ഒരു കുട്ടിയുടെ അപ്പാർ ID ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഇതേ രീതിയിൽ തന്നെ എറർ സ്ക്രീൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുട്ടിയുടെ പേരിൽ തൊട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കുട്ടിയുടെ അപ്പാർ ID എന്ന ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അപ്പാർ ID വന്നിട്ടുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ കുട്ടിയുടെ അപ്പാർ ID അവിടെ ക്രിയേറ്റ് ആയി വന്നത് കാണാൻ സാധിക്കും. ഇനി അഥവാ അവിടെ അപ്പാർ ID ക്രിയേറ്റ് ആയി വന്നിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടെ അപ്പാറിൻ്റെ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സെർവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ എറർ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയം കഴിഞ്ഞ് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ യാതൊരു പ്രശ്നവും കൂടാതെ ഫോം സബ്മിറ്റ് ആവുകയും അപ്പാർ ID ക്രിയേറ്റ് ആയി വരുന്നതും കാണാം. ഇനി അഥവാ സെർവറിന്റെ ഇഷ്യൂ അല്ല എങ്കിൽ വീണ്ടും ഒരുപക്ഷെ ഇതേ രീതിയിൽ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആധാർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ എറർ വരുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു കുട്ടിയുടെ അമ്മയുടെ ആധാർ കാർഡിന് പകരം കുട്ടിയുടെ അച്ഛൻ്റെ ആധാർ വിവരങ്ങൾ നൽകിയിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾ ആരുടെ ആധാർ വിവരങ്ങളാണോ ഇവിടെ നൽകിയിട്ടുള്ളത് ആ ഒരു വ്യക്തിയുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഏറ്റവും പുതിയ ആധാർ കാർഡ് പ്രകാരമുള്ള വിവരങ്ങളാണ് നിങ്ങൾ ഇവിടെ നൽകുന്നത് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അഥവാ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് പുതിയ ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ഇ ആധാർ ഡൗൺലോഡ് ചെയ്യേണ്ടതും ആ ഒരു ഇ ആധാർ കാർഡ് പ്രകാരമുള്ള വിവരങ്ങൾ നൽകേണ്ടതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.